ഈ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുന്ന ആ റോഡിന്റെ പരിസരമാണ് വാദി ഇബ്രാഹിം എന്ന് പറയപ്പെട്ടിരുന്ന ഒരു വാദി ഉണ്ടായിരുന്നു ഇവിടെ. അതിന് നേരെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടാണ് നമുക്കൊരു പള്ളി കാണാൻ പറ്റുക. ഇത് പിൽക്കാലത്ത് നിർമ്മിച്ചാണ്. പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും ഈ ഒരു പള്ളി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ കാരണം ഇതൊരു മലഞ്ചെരുവിൽ താഴത്താണ് നിൽക്കുന്നത്. പല തവണയും ഇത് റിനോവേഷൻ അല്ലെങ്കിൽ പുതുക്കിപ്പണികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലവും ഈ ഒരു പരിസരവുമാണ് ഇന്നത്തെ ചരിത്ര സ്ഥലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് 4 സംഭവങ്ങൾ പറയുന്ന 4 ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ കുടുംബത്തെയും 3 വർഷത്തേക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ആ ഒരു സമയം. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കയിലെ വലിയ ഗോത്രങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് വിട്ടു നൽകാൻ വേണ്ടിയിട്ട് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടു നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ കുടുംബത്തെയും